ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാം. അതിനായി ഞാൻ ചെറുതായി മുറിച്ച് വെച്ച വാഴക്കൂമ്പാണിത്. അതിലോട്ടുള്ള അരപ്പിനായി നാളികേരം, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി ഇവ ചേർത്തൊന്ന് ചതച്ച് വെച്ചാൽ മതി, നന്നായി അരഞ്ഞു പോകല്ലേ. ഇനി ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പും 1 സ്പൂൺ കടലപ്പരിപ്പും ചേർക്കാം. അതിലോട്ട് തന്നെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 2 ചെറിയുള്ളി മുറിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. നമ്മൾ വാഴക്കൂമ്പ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കറ കളയണം കേട്ടോ, അല്ലെങ്കിൽ അതിനൊരു കയ്പ്പ് വരാറുണ്ട്. ഞാനിപ്പോൾ ഇത് കറയെല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർക്കാം. അരപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതിലോട്ടിനി മുറിച്ച് വെച്ച വാഴക്കൂമ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വെള്ളം ഒഴിക്കാതെ തന്നെ ആവിയിൽ ഇത് വെന്തോളും. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ബായ്.